സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മ ദേവലോകമാതാവേ ശരണമയ്യപ്പ. മണികണ്ഠസ്വാമിയേ ശരണമയ്യപ്പ. ഞാൻ മൈലക്കൊട്ടത്തമന എം.എൻ. രജികുമാർ നീലകണ്ഠൻ നമ്പൂതിരി, മുൻ മാളികപ്പുറം മേൽശാന്തി. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ക്രോധമാണ്. ഈ ക്രോധത്തിനെ നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇന്ന് ലോകത്ത് എന്തെല്ലാം ദോഷങ്ങളാണ് സംഭവിക്കുന്നത്. മനുഷ്യൻ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് സംഭവിച്ചു പോകുന്ന ആ കോപം കൊണ്ട് എത്രയോ പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ ഉണ്ടാകുന്നത്. ഭഗവാൻ ശ്രീരാമൻ രാമായണത്തിൽ ലക്ഷ്മണനോട് പറയുന്നുണ്ട്, മാതാപിതൃ ഭ്രാതൃ മിത്രസഖികളെ ക്രോധം മൂലം ഹനിക്കുന്നത് പൂമാൻ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും. ക്രോധമൂലം നൃണാം സംസാരബന്ധനം. ക്രോധമെല്ലാം നിജകർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കണം ബുധജനം. ക്രോധമെല്ലാം യമനായതു നിർണയം എന്ന് ക്രോധത്തിലെ വിധേയനായവന്റെ സ്ഥിതിയെക്കുറിച്ച് രാമായണത്തിൽ ക്രുദ്ധനായ ലക്ഷ്മണനോട് ശ്രീരാമൻ ഉപദേശിക്കുന്ന ഭാഗം വളരെ ശ്രദ്ധേയമാണ്. കോപം, ശുണ്ഠി, ക്രോധം, കലി എന്നിങ്ങനെ ക്രോധത്തിന് പല പല പേരുകളുണ്ട്. ദേഷ്യത്തിന് പല പല പേരുകളുണ്ട്. ശുണ്ഠി പിടിച്ചവൻ ശകാരവർഷം പൊഴിക്കും. കോപം ആ ദേഷ്യം കൊണ്ടവൻ കണ്ണിൽ കണ്ടവരെയൊക്കെ ലഹളയ്ക്ക് നിൽക്കും. കലി പൂണ്ടവൻ ഭ്രാന്ത് പിടിച്ച് തുള്ളിച്ചാടും. ക്രോധം താൽക്കാലിക ഭ്രാന്താണ്. വിവേകമുള്ളവർ അത് ഒഴിവാക്കുക തന്നെ വേണം. തന്നെത്താൻ നിയന്ത്രിക്കാൻ കഴിവില്ലാത്തവനാണ് ക്രോധത്തിന് അധീനനാകുന്നത്, കോപത്തിന് അധീനനാകുന്നത്. ഈ കോപം നമ്മുടെ ദൗർലഭ്യമാണ്. ശ്രീരാമൻ യുദ്ധത്തിൽ ശത്രുവിനോട് നേരിടുന്ന സമയത്ത് കടും കോപം കൊണ്ടു. എന്നാൽ രാമായണത്തിൽ കാണാൻ നമുക്ക് പടച്ചട്ട ധരിക്കും പോലെ കോപം എടുത്തു മാറ്റാനും എടുത്തണിയാനും രാമന് കഴിഞ്ഞിരുന്നു. കോപം ആ താൽക്കാലിക സമയത്ത് മാത്രം. അത് കഴിഞ്ഞാൽ ആ കോപത്തിനെ മാറ്റി നിർത്താൻ രാമസ്വാമിക്ക് കഴിഞ്ഞിരുന്നു. ക്രോധത്തിന് രാമനെ കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടേയില്ല. അത് ആ താൽക്കാലിക ക്ഷണത്തിന് മാത്രമേ ഉണ്ടായിരുന്നു. അതിനാൽ ഈ ക്രോധത്തിന് അടിമപ്പെടുന്നവര് നാശത്തിന് അടിമപ്പെടുമെന്ന് ഭഗവാൻ രാമൻ ലക്ഷ്മണനോട് ഉപദേശിക്കുന്നുണ്ട്. ക്രോധം മൂലം ഇന്ന് ഇത് സമൂഹത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ കോപമുണ്ടാകാൻ ലഹരിക്ക് അടിമപ്പെട്ട് വളരെ മോശമായ രീതിയിൽ ആൾക്കാരോട് ഇടപഴകുകയും പെരുമാറുകയും ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ഇന്ന് സമൂഹത്തിൽ കൂടിക്കൂടി വരികയാണ്. അതിനാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ശത്രുവിനെ, ആ ഏറ്റവും വലിയ ശത്രു നമ്മളിൽ തന്നെയാണുള്ളത്. നമ്മളിലുള്ള ശത്രുവിനെ ആദ്യം നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് സാധിക്കണം. അതിന് ആത്മസംയമനം പാലിക്കുന്നത് ഇന്ന് വളരെ உத்தமമായ ஒன்றாம். இன்றைக்கி நம்ம சொல்ல போன சுபாஷிதத்தில் சொல்கிறது, ஒரு சில ஆட்கள் இருக்க கோபத்தால் எதுவும் செஞ்சிடுவாங்க. அந்த கோபம் வந்த டைமுக்கு என்ன பண்ணுறதுன்னு அவங்களுக்கே தெரியாது. அந்த ஒரு மாதிரி பைத்தியம் பிடிச்ச மாதிரி தான் செய்வாங்க. அந்த மாதிரி செய்யணும் ஆட்கள் என்ன செய்யறதுன்னு அவருக்கே தெரியாது. அந்த கோபத்தால் என்னெல்லாமோ செஞ்சு இந்த சமூகத்துக்கு, இந்த பொதுமக்களுக்கு ரொம்ப மோசமாக செஞ்சிடுவாங்க. அந்த மாதிரி ஆட்கள் கண்ட்ரோல் பண்ணுறதுக்கு எல்லாத்துக்கும் சத்ரு என்றது வெளியில் இல்லை, நம்ம உள்ளுக்குள்ளே தான் சத்ரு இருக்குது. அந்த சத்ருவான முக்கியமான சத்ரு என்னது கோபம்தான். கோபத்தில் இன்னொருத்தன்கிட்ட பேசியா அவன் நம்ம சத்ருவாயிடுவாங்க. அதனால் மனசுக்கு எப்பவும் கண்ட்ரோல் இருக்க வேண்டியது முக்கியமான ஒன்று. அதுதான் பகவான் ஸ்ரீராமசுவாமி லக்ஷ்மணன்கிட்ட உபதேசம் பண்ணுறது. கோபத்தாலே நமக்கு ஒன்றும் செய்ய இயலாது. மனசிலே நல்ல சிந்திச்சு யோசிச்சு தான் வேணும் நமக்கு ஏதாவது பண்ணுறதுக்கு. அதான் பகவான் ஸ்ரீராமசுவாமி ராமாயணத்தில் லக்ஷ்மணன்கிட்ட கொடுத்த ஒரு உபதேசம்தான். கோபத்தில் எதுவும் செஞ்சு நம்ம எடுத்து சாடி ஏதாவது செஞ்சால் அது மோசமாயிடுவாங்க. அதனால யோசிச்சு தான் ஏதாவது நம்ம செய்யலாம். आज हम बात करते हैं रामायण से एक भाग उड़ा दिया. ये भाग तो भगवान श्री राम स्वामी ने लक्ष्मण को उपदेश किया है. एक क्रोध तो मनुष्य को सर्वनाश करेगा. एक क्रोध को कंट्रोल करना है. भगवान बोलते हैं, लक्ष्मण स्वामी को बोलते हैं, वो क्रोधो लक्ष्मण तो आपका क्रोध को आप कंट्रोल करना है. एक क्रोध हमको अच्छे तरह हमारा चिंता को दोष करेगा, हमारा चिंता को खराब करेगा. एक क्रोध, आज के आदमियों ने सब क्रोध से क्या क्या करते हैं. एक टाइम कोप आते हैं, क्रोध आते हैं, कोप से सभी खराब करते हैं, सभी आदमी को दोष करते हैं.
ये क्रोधात में आने के टाइम हमारा चिंता तो खराब होता है, ये समय हम चिंतित नहीं होते हैं। ये इसलिए भगवान राम ने लक्ष्मण को उपदेश करते हैं, आप अच्छे से सोचकर एक काम करना, क्रोध एक सोल्यूशन नहीं है। भगवान श्री राम स्वामी ने रामायण में बोलते हैं। इसलिए हमारा अंदर का बहुत बड़ा शत्रु है हमारा क्रोध। एक क्रोध को कंट्रोल करना मुख्य अवश्य है। स्वामी शरणम। सभी आदमी को अच्छा मनाने के लिए, अच्छा रास्ता दिखाने के लिए, अच्छा विजय आने के लिए भगवान को क्रोध को कंट्रोल करने के लिए भगवान का प्रार्थना करो, अच्छा नाम जपम करो। राम नाम हरे राम हरे कृष्ण 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 हरे हरे, ये नाम जपम कीजिए, अब सबका क्रोध का कंट्रोल होगा।